ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളെല്ലാം ഭഗവാനോട് പറഞ്ഞു. എല്ലാവർക്കും ആസ്പത്രി ഒരു മകളുടെ കാര്യം പറഞ്ഞ് അത് ഇപ്പം വീട്ടിലെത്തി കാണും. എല്ലാ മക്കൾക്കും വേണ്ടി ഭഗവാനോട് പറയുന്നു, ആർക്കും ഒരു വിഷമവും ഉണ്ടാകരുതേ, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. നമുക്ക് ഹരിനാമ കീർത്തനം എല്ലാ ദിവസവും ചൊല്ലണം, ഭാഗവത കീർത്തനം. കാരണം ഭക്തി വർദ്ധിക്കാൻ കീർത്തനങ്ങൾ ചൊല്ലണം. ഭാഗവതം പഠിക്കുകയും അതിൻ്റെ ജ്ഞാനം അറിയുകയും വേണം. എന്നാലോ കൂടുതലും ഭഗവാനെ സ്തുതിക്കണം. അതാണ് കലിയുഗത്തിൽ കീർത്തനമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമുക്ക് ഹരിനാമ കീർത്തനം ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഇപ്പം ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ള അക്ഷരങ്ങൾ ഹരിനാമ, പിന്നെ ശ്രീമൂല ഗണപതിയുടെ ഗർഭസ്ഥനായ അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ ഈ എന്നുള്ള അക്ഷരങ്ങൾ ആദ്യം വരുന്നത്. പിന്നെ അത് നമ്മൾ നാളെ ചൊല്ലി. ഇനി കാഖ ഗാഖ എന്നുള്ള ഓരോ വാക്ക് അക്ഷരം വെച്ചാണ് ഇനി പോകുന്നത്. നമുക്ക് ആദ്യം 2 വരി ചൊല്ലിയിട്ട് തുടക്കിയിട്ട് പിന്നെ അത് ചൊല്ലാം. എല്ലാവർക്കും അത് മനസ്സിലാകുമോ, അറിയാത്തവർക്കൂടെ അത് ചെല്ലാനെന്ന്. കാരണം ഒരു മകൾ പറഞ്ഞു, അത് എന്നും കേൾക്കണം അമ്മയെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. അതോ ഇനി ഇത് കമൻസ് ഞാൻ വായിച്ചു, എന്നോട് വിളിച്ച് പറഞ്ഞാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി. അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ 2 കണ്ട് അളവിലുണ്ടായൊരുണ്ടൽ ബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഇനി കാഖ ഗാഖ എന്നുള്ളതിൻ്റെ തുടങ്ങാം നമുക്ക്. കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചളവ് അഗസ്ത്യേന നീ ബദ ശപിപ്പിച്ചതെന്തിനിഹ. നക്രേണ കാൽക്കഥ കടിപ്പിച്ചതെന്തിനിതു ഓർക്കാവതല്ല ഹരി നാരായണായ നമ. ഖഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളിപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിധൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിനു മതി നാരായണായ നമ. കർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീ പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. ഗാനം കണക്കയുടൻ 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്തം ചരിക്കുബദ. കൂനോരു ദാസിയ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലേ ആളോ ഹരി നാരായണായ നമ. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുധി തേർപൂട്ടി നിന്നു ബദ. ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജനെ ഹരി നാരായണായ നമ.
ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായ നമഃ. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തും മണിപ്രവരഭേദങ്ങൾ പോലെ പരം എന്തെന്തു ജാതമിഹ നാരായണായ നമഃ. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഉരോരുന്ന ഗീതയിലും അപ്പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരി നാരായണായ നമഃ. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടാവതിന്നു ബദ മോഹം നിമിത്തമതു പോകും പ്രകാരം ഇഹ ചേതസിലാക ഹരി നാരായണായ നമഃ. ഡങ്കം കുരംഗവും എടുത്തിട്ടു പാതിയുടൽ ശംഖും രഥാംഗവും എടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹവഴി നാരായണായ നമഃ. ധായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരു മിന്നൽ കണക്കയും ഇതേകാക്ഷരത്തിൽ ഒരുമിക്കുന്ന പോലെയും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഡംഭാതിദോഷമുടനെട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ച് ഏകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമഃ. ഠക്കാമൃദംഗ തുടി താളങ്ങൾ പോലെയുടനോർക്കാം അതിൻ നിലയ നീടമോർത്തു മമ നിൽക്കുന്നതല്ല മനമളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമഃ. നത്വാ പരം പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും അതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരം ഉദിച്ചോരു ബോധമനു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ ഹരിശങ്കരായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമഃ. എല്ലാ മക്കൾക്കും എൻ്റെ പ്രണാമം. ഞാനിതങ്ങനെ ചൊല്ലാറില്ല, ഭാഗവതത്തിലുണ്ട്, അത് കണ്ടു ചൊല്ലിയതാണ്. ഞാൻ ഹരിനാമം ഹരിശ്രീ ഗണപതയെ നമ വരെ ഞാൻ ചൊല്ലാറുള്ളു. ഇത് ഒരു മകൾ പറഞ്ഞ് ഇത് ഇങ്ങനെ ചൊല്ലണേ അമ്മയെന്ന്, അതുകൊണ്ട് ചൊല്ലിയതാ മക്കൾ. എല്ലാവരും ഇത് പഠിക്കുകയും കാരണം ഹരിനാമകൃതത്തിൽ സർവ്വതും അതിലുണ്ട്. ഇതെന്നും ചൊല്ലുന്ന ഭഗവാൻ ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഇത് മൊത്തവും ഈ കാഖ കാഖ എന്നുള്ളത് അവിടം വരെ ഉണ്ടാകുന്ന മൊത്തവും യാരാലവ അങ്ങനെ അവസാനം വരെ ഉള്ളവരെ എൻ്റെ അമ്മ കുട്ടിനാൾ ഞാൻ കേട്ടിട്ടുണ്ട് ചെല്ലുന്നത്. രാവിലെ കൊച്ചുളുപ്പങ്കാലത്ത് നിന്ന് ചൊല്ലുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമ്മൾ ഭഗവാൻ മോഹിനി വേഷത്തോട് ചെന്ന് അമൃതം കരത്തിലെടുത്ത് ഉയർത്തിപ്പിടിച്ചും കൊണ്ട് പെട്ടെന്ന് തന്നെ ദേവലോകത്ത് ചെന്നു. ഭഗവാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അവിടെ ചെന്നപ്പോൾ പരമശിവൻ, അത് ഒരു പേര് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മനസ്സ് അതിനെ നോക്കി പറയാം. അങ്ങനെ ചെന്ന് അവരെല്ലാവരും ഭഗവാന്റെ തൃക്കൈയിൽ നിന്ന് അമൃതം വാങ്ങിച്ച് ഭഗവാനെ പാദ നമസ്കാരമൊക്കെ ചെയ്ത് മറ്റ് ദേവന്മാരെല്ലാം കുളിച്ച് വന്നു. അവിടെ നമ്മൾ വായിച്ചു. ഇവിടെ മിനിറ്റ് തോറും കറണ്ട് പോകുന്നു മക്കളെ.
എന്നാലും നോക്കട്ടെ. ഇപ്പം ഇടയ്ക്ക് വെച്ച് 2 വട്ടം പോയി. നമ്മൾ പരമേശ്വരൻ്റെ വാക്കാണ് പുരദ്യുട്ടിനെ സംഭാവിച്ച്, അത് പരമേശ്വരനോട് സംഭാവിച്ച് നിന്നരുളുമ്പോഴാണ് സുരശ്രേഷ്ഠന്മാരെ ശ്രേഷ്ഠന്മാരായ ദേവന്മാരെല്ലാവരും കുളിച്ചു വന്ന് ശീഘ്രം പെട്ടെന്ന് വിധിച്ച വണ്ണം പരംപുരുഷൻ ഭഗവാൻ ആത്മാവായ നാരായണൻ്റെ കയ്യിൽ നിന്ന് തൃക്കയ്യാൽ അങ്ങാധിക ആനന്ദം കൊണ്ട് അവർ അമൃത് വാങ്ങിക്കൊണ്ട് എല്ലാവരും ഭുജിപ്പാൻ തുടങ്ങിനോരളവാ അസുരകൾ. അപ്പോഴെന്തുവന്നു, ഇവിടെ എല്ലാവരും അത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ തിരക്കുന്നു എന്താ താമസം എന്ന്. ഈ അമൃത് വിളമ്പായിരുന്ന മോഹിനിയെ അവർ കണ്ണ് കെട്ടി വെച്ചേക്കില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ കഴിക്കാനായിട്ട് തുടങ്ങുന്നു. അവിടെ അസുരന്മാർ തങ്ങളി ജൽപ്പിക്കുന്നു, എന്തൊക്കെയോ പറയും, അത് നമുക്ക് വായിക്കാം. ഇതുവരെയും അവരുടെ കയ്യിൽ പാത്രം കൊണ്ട് അമൃതവും കാണുന്നില്ല, കാൽ നടത്തം ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അതുകൊണ്ട് അവരോട് എന്താ പറയുന്നത് നമുക്കത് വായിക്കാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പരമേശ്വരനോട് സംഭാവിച്ച് ഭഗവാൻ നാരായണൻ നിന്ന് അരുളുമ്പോൾ സുരശ്രേഷ്ഠാദ്യന്മാരും കുളിച്ചു വന്നു ശീഘ്രം വിധിച്ച വണ്ണം പരംപുരുഷൻ തൃക്കയ്യാലങ്ങധിക ആനന്ദം സുധ വാങ്ങിക്കൊണ്ട് എല്ലാവരും ഭുജിപ്പാൻ തുടങ്ങിനോരളവങ്ങ്. അങ്ങനെ തുടങ്ങി. അപ്പോഴത് അങ്ങ് എവിടെയാ? അസുരന്മാരടുത്ത് അസുരകൾ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇനി പറയാൻ പോണത്, അങ്ങ് അസുരകൾ വിജൽപ്പിച്ചിതു പുനരനൽപവിധോക്തികൾ. പലരും പല രീതിയിൽ പറയും, എന്താ കാണാത്തത്, എന്താ വിളമ്പാത്തത്, വിളിച്ചുകൊണ്ട് പോയോ, ഇതൊക്കെ അതോ എന്തൊക്കെയോ പറയാ. അങ്ങനെ ബാലികേ നിനക്കെന്തോന്നായതു, നീ എന്തിത്ര കാലം വൈകിയത് അമൃതം വെത വിളമ്പുവാൻ? കുട്ടി, നീ എന്താ ഇങ്ങനെ താമസിക്കുന്നത്? ഇത് വിളമ്പാൻ വൈകുന്നത് എന്താ? അത് വിളമ്പതിന് പോയതെങ്ങ് അങ്ങേ തലയ്ക്കൽ ചെന്നു നിരത്തിക്കൊണ്ടായത് നേത്രേ വരുവാൻ കാലമായില്ലയോ. അങ്ങേയറ്റതും ഇങ്ങേറ്റിരിക്കുന്നവരായിരിക്കും അങ്ങേ അറ്റത്തുനിന്നേ വിളമ്പി തുടങ്ങുകൊണ്ടാണ് ഇനി വരാൻ താമസിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരായിരിക്കും ഇപ്പുറത്തുനിന്നേ വരുന്നതുകൊണ്ടാണ് താമസിക്കുന്നത്. 2 അറ്റത്തിരിക്കുന്നവർ ഇങ്ങനെയാണ് പറയുന്നത്, കണ്ണ് കെട്ടി വെച്ചൊക്കെ ഇല്ലയോ. അതുകൊണ്ട് അങ്ങേ തലയ്ക്കൽ ചെന്ന് ഈ വരിവരിയായിട്ടിരിക്കുകയല്ലേ, ഒരാളല്ലേ വിളമ്പാനുള്ളൂ, ഏതെങ്കിലും ഒരറ്റത്തു നിന്നായിരിക്കും തുടങ്ങുന്നത് എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ തിരിച്ചും പിരിച്ചും പറയുക. അതുകൊണ്ട് അങ്ങേ തലയ്ക്കൽ ചെന്നു നിരത്തിക്കൊണ്ടായത നേത്രേ വരുവാൻ കാലമായില്ലയോ. പണ്ടൊന്നും വിളമ്പിത്താൻ അറിയാതവളിപ്പോൾ ഉണ്ടോ, താൻ ഇവിടെ ഈ സഭയിൽ ഉഴറുന്നു. പണ്ടൊന്നും ഈ ശീലമില്ലാഞ്ഞതുകൊണ്ട് ഇത് വിളമ്പാൻ ഇവിടെ ഉഴറിയിരിക്കുമായിരിക്കും, ഭയന്നിട്ട് നാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ അവർ പലരും പറയുന്നു. മിണ്ടായ്വിനാരും ഉഴറായ്വിനൊന്നും ഇപ്പോൾ ഇനി കൊണ്ടുവന്നുടൻ വിളമ്പിയിടും പാർക്കെന്നാർ ചിലർ. അല്പം നിങ്ങൾ താമസിക്കൂ, നിങ്ങൾ മിണ്ടാതിരിക്കൂ, എന്തിനാ ഇങ്ങനെ ഉഴറുന്നത്, ഇപ്പം തന്നെ കൊണ്ടുവരും എന്ന് ചിലർ. പെട്ടെന്ന് തന്നെ വിളമ്പിയിടും പാർക്ക, അല്പസമയം നിങ്ങൾ ക്ഷമിക്കൂ, വിളമ്പിക്കൊണ്ട് വരട്ടെ. അങ്ങേ തലയ്ക്കെന്നായിരിക്കും വിളമ്പി തുടങ്ങുന്നത്, അതുകൊണ്ടായിരിക്കും ഇനി എത്താഞ്ഞതായിരിക്കും. ഇപ്പുറത്തിരിക്കുന്നവർ വിചാരിക്കും ഇങ്ങേ അറ്റത്ത് തുടങ്ങിയിട്ടായിരിക്കും എന്ന് ഇങ്ങനെയെല്ലാം പറയുന്നു. എന്ത് പാർക്കുന്നത്, എത്ര നേരമുണ്ട് ഇവിടെ നാം പന്തണി മുലയാൾ വന്നിടുവാനിരിക്കുന്നു. എത്ര നേരമുണ്ടേ ഇവിടെ പാർക്കുന്നു, എന്താ താമസിക്കുന്നേ? കണ്ടതില്ലിനിയും ഇങ്ങവൾ പോയാളടോ. ഇവളെ കണ്ടില്ല, ഇനി അങ്ങ് പൊക്കളഞ്ഞോ എന്ന് ചിലർ. കണ്ടിക്കാർ കുഴലി താൻ തന്നാളോ നിനക്കെങ്കിൽ, ഈ സുന്ദരി നിനക്ക് തന്നോ എന്ന് എല്ലാവരും തങ്ങളിൽ ചോദിക്കുക. കണ്ടിക്കാർ കുഴലി താൻ, അതായത് ഈ സുന്ദരിയായ അവള് നിനക്ക് തന്നോ, നീ തപ്പി, അപ്പം നിനക്കെങ്കിൽ തന്നതിൽ എനിക്ക് അവർ നിങ്ങൾക്കാർക്കുമേ കയ്യിൽ തന്നതില്ലയോ തപ്പി നോക്കുവിനെന്നാർ ചിലർ. നിങ്ങൾക്ക് ആർക്കും തന്നില്ലേ? എല്ലാവരും ഓരോരുത്തർ പറഞ്ഞാൽ അവിടെ കിട്ടിയില്ല ഇവിടെ കിട്ടില്ല, എനിക്ക് തന്നെ നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ തപ്പി നോക്ക് നിങ്ങളുടെ പാത്രത്തിൽ കിട്ടിയോ എന്ന്. തന്നതിൽ എനിക്കവൾ നിങ്ങൾക്കാർക്കുമേ കയ്യിൽ തന്നതില്ലയോ തപ്പി നോക്കുവിനെന്നാർ ചിലർ. തപ്പിക്കൊണ്ട് ഇതിലില്ലെന്നല്ല, അതായത് തപ്പിക്കൊണ്ട് ഇതിലില്ലെന്നാരെല്ലാവരും ഇപ്പോഴ പാൽവാണിതാന് പേരും നുകർന്നാളോ. എല്ലാതും തപ്പിയിട്ട് ഇതിലും ഇല്ല. ഇനി അവളെല്ലാം കഴിച്ചോണ്ട് പോയോ? നുകർന്നാളോ, അവൾ തന്നെ എല്ലാം കഴിച്ചോ?
ചൊല്ലാവിൻ ജാള്യങ്ങളെന്നാർ ചിലരത് കേട്ട് ചൊല്ലിനാർ ചിലരെങ്കിൽ നല്ലാർ പൂങ്കുഴലിയെ മെല്ലെ നാം വിളിക്കുന്നു. എന്നാൽ നമുക്ക് ഈ ജാള്യതയൊക്കെ നിങ്ങൾ ഇങ്ങനെ അവൾ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് വൃത്തികെട്ട വാക്കല്ലേ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയാതിരി. അങ്ങനെ ഒരു സുന്ദരി എന്തായാലും അങ്ങനെ കഴിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാതിരിക്കൂ. ഇപ്പോൾ ഈ വാണിതാൻ എപ്പോഴും നുകർന്നാളോ അവൾ കഴിച്ചോ അന്നേരം അങ്ങനെ പറയരുത്. ജാള്യങ്ങൾ എന്നാർ ചിലർ അങ്ങനെ പറയുന്നത് ശരിയല്ല. ചൊല്ലിനാർ ചിലരെങ്കിൽ നല്ലാർ പൂങ്കുഴലിയെ മെല്ലെ നാം വിളിക്കെന്ന് കേട്ട് നമുക്ക് അവളെ വിളിക്കാം, പൂങ്കുഴലിയെ സുന്ദരിയെ വിളിക്കാം എന്ന് കേട്ടുടൻ ഓരോരുത്തരെല്ലാവരും നീളെ വിളിച്ചിടനാരെടോ ബാലേ കുട്ടി എന്ന് എല്ലാവരും വിളിക്കുവാണ്. കല്യാണശീലേ വൈകിടുന്നത് എന്തൊരു മൂലം, എന്താ നീ ഇങ്ങനെ കല്യാണശീലേ ബാലേ കുട്ടി നീ എന്താ ഇത് താമസിക്കുന്നത്, ചൊല്ലടുക്കരുതാകയോ മനോരമ്യേ, ചൊല്ലു പറയൂ, നിനക്ക് ഇപ്പോഴും ഞങ്ങളുടെ പേടിയാണോ ഞങ്ങളുടെ അടുത്ത് വരാൻ ഇത് വിളമ്പാൻ മനോരമ്യേ, ചൊല്ലിയതില്ലേതും പെരുമാറ്റവും കേൾപ്പാനില്ല എല്ലാരും ചുഴന്നിരിക്കുന്നവർ കരങ്ങളാൽ തുല്യമായി ഒരുമിച്ചു തപ്പിനാർ സുധാകുംഭം. അപ്പോൾ ചൊല്ലുന്നതും ഇതിനൊക്കെ ചോദ്യത്തിന് ഉത്തരവും കേൾക്കുന്നില്ല. അവിടെ ആ കുട്ടി ഒന്നും പറയുന്നതുമില്ല. പെരുമാറ്റം കാരണം നടക്കുന്ന പെരുമാറ്റം കേൾക്കാമില്ല. എവിടെയും വിളമ്പെന്തെങ്കിലും ശബ്ദം കേൾക്കാമല്ലോ, അതും കേൾക്കുന്നില്ല. പെരുമാറ്റവും കേൾപ്പാനില്ല. എല്ലാവരും ചുഴന്നിരിക്കുന്നവർ കരങ്ങളാൽ അവനെ ഇരുന്ന് എന്ത് ചെയ്യുന്നത് തപ്പി തുല്യമായി എല്ലാവരും ഒരുമിച്ചൊക്കെ തപ്പി നോക്കി. സുധാകുംഭം അവിടെ എവിടെങ്കിലും ആ വഴിയിൽ മധ്യത്ത് വെച്ചേക്കില്ലേ, ആ സുധാകുംഭം പാത്രത്തിലൊന്നും ഇല്ലെന്ന് അവർക്കറിയാം, വിളമ്പിയില്ല. എന്നാൽ ആ അമൃതകൂടം അവിടെ ഉണ്ടോയെന്ന് എല്ലാവരുടെയും മുമ്പിലോട്ടങ്ങ് തപ്പി. അപ്പോൾ എന്താ പറയുന്നേ, ഇല്ല കയ്യെത്തുന്നിടത്തെന്നായി ഇതെല്ലാവർക്കും അന്ധന്മാർക്ക് അത് കാലം കണ്ണുകൾ അഴിപ്പാന കന്ദർപ്പൻ വിലക്കുകയാൽ അരുതെന്നും വന്നു. തപ്പിയിട്ട് അവിടെ എങ്ങുമില്ല. എന്നാൽ കണ്ണഴിക്കാൻ പറ്റുമോ? കാരണം സുന്ദരി പറഞ്ഞേക്കുന്നത് എന്താ, ഒടുക്കം കണ്ണഴിക്കുന്നവർക്ക് ഭാര്യയാകാന്നല്ലേ. അതുകൊണ്ട് അവർക്ക് കണ്ണഴിക്കാനും പറ്റുന്നില്ല. എന്നിരിക്കലും അതിധീരനായ ഏകൻ മുതിർന്ന നേരം മിഴി തുറന്ന അഞ്ചസ നോക്കിയിടിനാൻ. എന്നാലും ഒരു ധീരൻ എന്ത് ചെയ്തു, ഒരു ചങ്കൂറ്റുള്ള എനിക്കിപ്പോൾ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കണ്ണ് തുറന്ന് നോക്കാം എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഒരുത്തൻ മിഴി തുറന്ന് അഞ്ചസാ നോക്കി. ഒരുത്തൻ എന്തും വരട്ടെ എന്നും കൽപ്പിച്ച് മറ്റുള്ളവരെല്ലാം മന്ദരായിട്ടിരിക്കുക. ഒടുക്കം കഴിച്ചെങ്കിലല്ലേ പെണ്ണിനെ കിട്ടൂ, ഈ സുന്ദരിയെ കല്യാണം കഴിക്കാൻ പറ്റൂ. ഒരുത്തൻ എന്ത് ചെയ്ത് ധൈര്യത്തോടുകൂടി അങ്ങ് കണ്ണങ്ങ് അഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് തപ്പി അപ്പോൾ നോക്കി മിഴി തുറന്ന് അഞ്ചസ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടിക്കുഴലാളെയും അമൃതവും കൊണ്ടുപോയി കളഞ്ഞാളങ്ങെന്നവൻ ചൊല്ലിയിടിനാൻ. അമൃതവും ഇല്ല, സുന്ദരിയില്ല, കൊണ്ടുപോയി കളഞ്ഞു എന്നവൻ പറഞ്ഞു. ആർക്കുമേ ബോധം വന്നീലങ്ങവൻ പറഞ്ഞത് ചേൽക്കണ്ണാൾ തന്നിൽ വളർന്നിടിനോരനുരാഗം വായിക്കയാൽ ഒടുക്കം കണ്ണഴിക്കുന്നവനെ ഞാൻ നീക്കമെന്നിയെ വരിച്ചിടുവരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവൻ പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നില്ല. കബളിപ്പാനാ. ചിലപ്പോൾ അവൻ കണ്ണഴിക്കാതെ തന്നെ ആയിരിക്കും ഇത് പറഞ്ഞെങ്കിൽ എല്ലാവരും അഴിക്കാൻ വേണ്ടി ബുദ്ധിയുള്ളവൻ അങ്ങനെയും ചെയ്യുമല്ലോ. ഞാൻ അഴിച്ചു നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അഴിക്കും. അപ്പോൾ ഇവനോട്ട് അഴിക്കത്തുമില്ല ഈ പറയുന്നവൻ. അപ്പോൾ അവന് പെണ്ണിനെ കെട്ടാം. അതുകൊണ്ട് ആർക്കും ഇത് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് എല്ലാവരും അഴിക്കാതെ തന്നെ ഈ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുക. സുന്ദരി പറഞ്ഞില്ലേ, ഒടുക്കം അഴിക്കുന്നവർക്കാണ് ഭാര്യയാകുന്നതെന്ന്. അതുകൊണ്ട് നീക്കമെന്ന് വരിച്ചിടുവനെന്നുണ്ടല്ലോ, ഒടുക്കം വായിക്കയാൽ ഒടുക്കം കണ്ണഴിക്കുന്നവനെ ഞാൻ നീക്കമെന്നയെ വരിച്ചിടുവനെന്നുണ്ടല്ലോ, ഭർത്താവാക്കാം എന്നുണ്ടല്ലോ. മോക്ഷതൻ അരുൾ ചെയ്തിട്ട പരമാർത്ഥം ചിന്തിച്ച് ആക്ഷേപിച്ച് അന്യൻ ദുഷിച്ചിടാൻ എല്ലാവരെയും. അപ്പോൾ ഈ ഒരുത്തൻ അഴിച്ചവൻ എല്ലാവരെയും അങ്ങ് ദുഷിക്കുക. കാരണം ഇത്രയും സത്യം പറഞ്ഞിട്ട് ഇവർ കണ്ണഴിക്കാത്തതുകൊണ്ട് അവന് ദേഷ്യം വന്ന് മറ്റുള്ളവർക്ക് അഴിക്കാൻ എന്ന് വെച്ചാൽ ഇവർ കബളിപ്പിക്കുകയാണോ, ഇവൻ കണ്ണഴിക്കാതെ അഴിച്ചെന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെണ്ണിനെ കിട്ടാണ്ട് ഇവന് തന്നെ കിട്ടും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അവിടെ ആർക്കും അഴിക്കാൻ തോന്നുന്നില്ല, കണ്ണഴിക്കുന്നില്ല. അങ്ങനെ അവൻ ആക്ഷേപിച്ചു, ദുഷിച്ചു. മോക്ഷതൻ അരുൾ ചെയ്തിട്ട് ആ പരമാർത്ഥം ചിന്തിച്ചിട്ട് ആക്ഷേപിച്ചാൽ ദുഷിച്ചിട്ട് ഞാൻ എല്ലാവരെയും അവൻ ദുഷിപ്പ് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണെന്നും പറഞ്ഞപ്പോൾ വെട്ടം തെളിവുമില്ല. കേട്ടതു സഹിക്കരുതാകയാൽ അവർ ചിലർ ഒട്ട് കണ്ണെറിഞ്ഞ് നോക്കിയിട ഒരളവപ്പോൾ ചിലർ ഈ ഈ തുണിയുടെ കീഴിൽ കൂടെ ഒക്കെ ഒളിച്ചും പാത്തൊക്കെ നോക്കുന്നവരുണ്ടല്ലോ, ഈ അല്പം. അതുകൊണ്ട് ഒട്ട് കണ്ണെറിഞ്ഞ വെച്ചാൽ കെട്ടഴിക്കത്തുമില്ല, ചെല്ലിക്കൂടെങ്കിലൊക്കെ ഒളിച്ച് നോക്കും.
അപ്പോഴെന്തു പറയുന്നത്, പാത്രവും അമൃതവും ചേൽക്കണ്ണിയും ഇല്ലെന്നത് പാർത്തു കണ്ടറിഞ്ഞവർ ചൊല്ലിനാരതു നേരം. അങ്ങനെ ഒളിച്ചും പാത്ത് നോക്കിയപ്പോൾ പാത്രവും ഇല്ല, അമൃതവും ഇല്ല, ചേൽക്കണ്ണി സുന്ദരിയും ഇല്ല. നാസ്തിയായി ചമഞ്ഞിതു നമ്മുടെ മനോരഥം, നേത്രങ്ങൾ അഴിച്ചുകൊള്ളുക എല്ലാവരും അടിക്കേണ്ട. നാസ്തിയായി ചമകള വെറുതെ ആയിപ്പോയല്ലോ നമ്മുടെ മനോരഥം. നമ്മൾ കെട്ടിയ മനക്കോട്ടകളെല്ലാം അമൃതവുമില്ല, സുന്ദരിയുമില്ല. നമ്മുടെ മനോരഥം, നമ്മൾ ചിന്തിച്ചിരുന്നതെല്ലാം നാസ്തിയായി വെറുതെ ആയിപ്പോയല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി നേത്രങ്ങൾ അഴിച്ചുകൊള്ളുക, ആരും മടിക്കണ്ട. സൂക്ഷ്മമായവം ചിലർ ചൊന്നളവെല്ലാവരും ഈഷണങ്ങളും അഴിച്ചങ്ങ് നോക്കിയിടും. ഇതെല്ലാവരും കണ്ണുകൾ അടിച്ച് നോക്കി. അപ്പോഴെന്തു വന്ന്, കണ്ടീല കമലാക്ഷി തന്നെയും അമൃതവും ഷണ്ണന്മാരായി വന്നിതു നാമെല്ലാം ഇതു കാലം. അങ്ങനെ ഷണ്ണന്മാരെന്ന് വെച്ചാൽ എന്തുവാ, നപുംസകന്മാരായിട്ട്, എന്ന് വെച്ചാൽ അത്രമാത്രം ഈ സ്ത്രീക്ക് വേണ്ടി ഈ ഇത്രയും ആ സുന്ദരി കബളിപ്പിച്ചപ്പോൾ ഇവർ അതിൽ വീണു പോയല്ലോ. അത്രമാത്രം ഒരു ആണത്വം ഇല്ലാത്തവരായി പോയല്ലോ, ഷണ്ണന്മാരായി വന്നിതു നാമെല്ലാം ഇത് കാലം. കണ്ടിക്കാർ കുഴലാളായി കണ്ടതു മഹാവിഷ്ണു കൊണ്ടൽ നീർ വർണ്ണന്മായ വൈഭവം തന്നെ നൂന. അന്ന് അവർക്ക് മനസ്സിലായി ഈ കണ്ടിക്കാർ കുഴലാളായി വന്ന സുന്ദരി, അതായത് അത്രയും സുന്ദരായി വന്നത് ആരാണ് കണ്ടത്, മഹാവിഷ്ണുവാണ് എന്ന് അവർക്ക് മനസ്സിലായി. കൊണ്ടൽ നീർ വർണ്ണൻ മായാ വൈഭവം തന്നെ നൂന, അത് ആ മഹാവിഷ്ണുവിൻ്റെ മായ തന്നെയാണ്. നമ്മോട് ഈ വണ്ണം ചതിച്ചങ്ങവൻ കൊണ്ടുപോയാൻ സമ്മാനിച്ച അമരകൾ കൻപോട് നൽകിയിടുവാൻ. അത്ര വാത്സല്യം ദേവന്മാരെ ഉണ്ടെന്നാകിലും ഇത്ര നിഷ്ഫലമാക്കി നമ്മയും വച്ചാനല്ലോ. ഇത്രയും വാത്സല്യം അമരന്മാരോട്, അതായത് ദേവന്മാരോട് ഈ മഹാവിഷ്ണു ഉണ്ട്, എന്നാലും അത്ര അങ്ങ് വാത്സല്യം ദേവന്മാരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിഷ്ഫലമാക്കി ചെയ്തല്ലോ എന്ന്. ഇവർക്കും ഇത് മോട്ടിച്ചുകൊണ്ട് പോകാൻ കൊള്ളാമോ? എന്നിട്ട് ഇവർ മഹാവിഷ്ണു ഇത്രയും സ്നേഹം അമരന്മാരുണ്ട്, അത് ശരി തന്നെ, എങ്കിലും നമ്മളെ ഇത്രമാത്രം നിഷ്ഫലമാക്കി ചമച്ചല്ലോ വച്ചല്ലോ എന്ന് ഈ അസുരന്മാർ പറയുന്നു. നിൽക്കവ എല്ലാം ഇനി നമ്മാൽ എന്തൊന്നാവത്, ഇതൊക്കെ നിൽക്കട്ടെ, ഇനി നമ്മളാൽ എന്താ ഇനി പറ്റുന്നത്, നമ്മളെ കൊണ്ട് എന്താ ഇനി ഒക്കുന്നത് നോക്കാം. നിൽക്കവ എല്ലാം ഇനി നമ്മാൽ എന്തൊന്നാവത്, ദുഷ്കൃതികളായി വന്നു നാം എല്ലാം ഇതു കാലം. നമുക്കിത് ദുഷ്കാലമായി പോയി, നമ്മുടെ ഭാഗ്യം പോയി, നമുക്ക് അമൃത് കിട്ടാൻ പറ്റാതായി പോയല്ലോ, നമ്മുടെ ഭാഗ്യദോഷം തന്നെ എന്ന് നീ നമുക്ക് എന്ത് പറ്റും എന്നെല്ലാം ഇങ്ങനെ പറയുന്നവർ. നാമെല്ലാം ഇത് കാലം ഭോഷത്വം കൊണ്ട് പറഞ്ഞെന്തിനീ കാര്യം നമ്മെ ഭാഷിക്കും. മഹാജനം കൈകൊട്ടി ചിരിച്ചേവം നീളച്ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്ന് ചീളന്ന് പുറപ്പെട്ട് ചൊല്ലിനാൻ വിതുന്തുതൻ. രാഹുവാണ് വിതുന്തുതൻ. അപ്പോൾ പറയുന്നു, നമ്മുടെ പോഷത്വം ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മെ ഭാഷിക്കും, നമ്മെ ഇനി ഈ മഹാജനങ്ങളെല്ലാം നമ്മളെ കളിയാക്കുമല്ലോ, ഭാഷിക്കുമല്ലോ, അവർ കൈകൊട്ടി ചിരിക്കുമല്ലോ. ഇങ്ങനെയെല്ലാം അമൃത് കൊണ്ടുപോയി വിളമ്പാൻ വെച്ചിട്ട് ഒരു സുന്ദരിയായിട്ട് വന്നപ്പോൾ ഇവർ അതിൽ വീണുപോയി. ഇത്രയും കബളിപ്പ് വന്നു പോയ എല്ലാ മഹാജനങ്ങളെല്ലാം നമ്മളെ എന്താ പറയുക, കൈകൊട്ടി ചിരിച്ച് നമ്മളെ നാണം കെടുത്തുമല്ലോ എന്നെല്ലാം കൂടെ അവരിങ്ങനെ ഓർത്തിട്ട് ഒരാൾ എന്തു പറയുന്നു, നീളച്ചെന്ന് എല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്ന് ഒരുത്തൻ ചീളന്ന് പുറപ്പെട്ടു ചൊല്ലിനാൻ വിതുന്തുതൻ. രാഹുവാണ് വിതുന്തുതൻ. അവൻ പറയുന്നു, ദീനന്മാരായില്ല നാം എല്ലാവരും ഒരുപോലെ, ഞാനങ്ങു ചെന്ന് വാങ്ങിക്കൊള്ളുവനരോഹരി. നമ്മളെല്ലാവരും ദീനന്മാരായില്ല, ഞാൻ പോവുകയാണ്, ചെന്നിട്ട് ദേവലോകത്തിൽ നിന്ന് ഒരു ഓഹരി എൻ്റെ പങ്ക് ഞാൻ വാങ്ങിക്കാൻ പോവുക തന്നെ. ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല, ഞാനിവിടെ ദീനന്മാരായിട്ടിവിടെ ഇരിക്കുന്നില്ല, ഞാൻ പോയി ഒരു ഓഹരി ഞാൻ പോയി മേടിക്കും. ഒരു ഓഹരി ആരാണ്? രാഹുവാണ് വിതുന്തുതൻ. അതാണ് പറയുന്നു, പീയൂഷം ദേവന്മാരോടെന്നവൻ നടകൊണ്ടാൻ പോയവനുടനൊരു വൃദ്ധ ബ്രാഹ്മണനായി ദേവകൾ അമൃതം സേവിപ്പതിനായി കൊണ്ടങ്ങ് ഭാവിക്കുമ്പോൾ ചെന്നീശലന്നിയെ ചൊന്നാൻ. ദേവന്മാർ അമൃത് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനൊരു വൃദ്ധ ബ്രാഹ്മണ വേഷം കെട്ടി ഈ രാഹു അവിടെ ചെന്നു. ബ്രാഹ്മണ വേഷം കെട്ടിയില്ലെങ്കിൽ ഇവൻ അസുരനാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ മനസ്സിലാക്കുക. അതുകൊണ്ട് അവൻ അവിടെ അവരുടെ മായയിൽ അവർ മായ കാട്ടി ഈ വിതുന്തുതൻ. ദീനന്മാരായില്ല നാം എല്ലാവരും ഒരുപോലെ, ഞാൻ അങ്ങ് ചെന്ന് വാങ്ങിക്കൊള്ളുവാനൊരു ഓഹരി. പീയൂഷം, അതായത് ഒരു ഓഹരി അമൃത് ഞാൻ വാങ്ങും, ദേവന്മാരോട് ചെന്ന് വാങ്ങിക്കും. ദേവന്മാരോടെന്നവൻ നടകൊണ്ടാൻ അവൻ പോയവന ഉടനൊരു വൃദ്ധ ബ്രാഹ്മണനായി ദേവകൾ അമൃതം സേവിപ്പതിനായി കൊണ്ടങ്ങ് ഭാവിക്കുമ്പോഴത് ചെന്നീശലന്നിയെ ചൊന്നാൻ.
എന്താ വെച്ചാൽ ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് ചെല്ലുമ്പം അവരുടെ ദുഃഖം കണ്ട് അവർ കൊടുക്കും. അതിനാണ് ഈശൽ എന്നേ ചൊന്നാൻ. എന്താ പറയുന്നേ? ദേവതകളെ മൂത്തോരഗതി ദ്വിജൻ ഞാൻ എൻ ദേഹം സ്വാധീനമല്ലാഞ്ഞ് എത്രയും ഉഴലുന്നേ നിങ്ങളെല്ലാവരും നുകർന്നങ്ങ് ഒടുങ്ങിപ്പോകും മുമ്പേ ഇങ്ങനെയൊരു ഓഹരി നൽകുവൻ കൃപയാലേ. ഞാൻ ദേവതകളെ, ഞാനൊരു ഒരു വൃദ്ധ ബ്രാഹ്മണനാണ്. ദ്വിജൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, മൂത്ത വെച്ചാൽ വയസ്സ് എന്ന ഒരു ദ്വിജനാണ്. എനിക്ക് ദേഹത്തിന് സ്വാധീനമില്ലാഞ്ഞ് എത്രയും ഞാൻ ഉഴലുന്നു, എനിക്ക് വിഷമമാണ്, നടക്കാനൊന്നും വയ്യ. നിങ്ങളെല്ലാവരും നുകർന്നത് കഴിക്കുന്നതിന് മുമ്പേ ഉച്ഛിഷ്ടമായി പോകും. ബ്രാഹ്മണർക്ക് ആദ്യമേ കൊടുക്കണം. അവർ കഴിച്ചിട്ട് പിന്നെ കഴിച്ചുകൂടാ, ബ്രാഹ്മണനല്ലേ, ബ്രാഹ്മണ വേഷം കെട്ടിയേക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് ഇങ്ങനെ ഓഹരി നൽകുവിൻ കൃപയാലേ. നിങ്ങളെ കൃപയോ അത്ര വേഷം കെട്ടി ചെന്നേക്കുക, അങ്ങനെ നിങ്ങളുടെ കൃപ കൊണ്ട് എനിക്കൂടെ ഒരു ഓഹരി തരൂ. നിങ്ങൾ കഴിച്ചു തീരുന്നതിന് മുന്നേ വന്നു നിന്നത് വൃദ്ധ ബ്രാഹ്മണൻ ഉടൻ ചൊന്നത് ഈ വണ്ണം കേട്ടു ദേവകൾ ദയാവശാൽ തങ്ങളെല്ലാവരും നുകർന്നു ഉച്ഛിഷ്ടമാകും മുമ്പേ അങ്ങൊരു ഓഹരി കൊടുത്തിടിനാരതു കാലം. അപ്പോൾ ദേവന്മാർ കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ഉച്ഛിഷ്ടമാകുന്നതിന് മുന്നേ തന്നെ ഈ വൃദ്ധ ബ്രാഹ്മണന് ഈശ്വരന് തുല്യമല്ലേ ബ്രാഹ്മണസ്, അതുകൊണ്ട് ഒരു ഓഹരി അദ്ദേഹം കൊടുത്തു. അങ്ങനെ കൊടുത്തിടിനാർ അത് കാലം. അപ്പോഴെന്ത് വന്നു? മുന്നമേ നാരായണൻ തന്നുടെ നിയോഗത്താൽ ഇന്ത് സൂര്യന്മാരുണ്ട് ഗോപുരദ്വാരങ്ങളിൽ ശത്രുക്കൾ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ നാരായണൻ ശത്രുക്കൾ ഈ അസുരന്മാർ വരുന്നോന്ന് നോക്കാൻ അവിടെ സൂര്യനെയും ചന്ദ്രനെയും ആക്കിയിട്ടുണ്ട്. അതായത് വാതൽക്കൽ ആരെങ്കിലും കബളിപ്പിച്ച് കടന്നു കയറുന്നെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനെയും സൂര്യന്മാരെ രണ്ടുപേരെയും ഗോപുരദ്വാരങ്ങളിൽ വാതിൽക്കൽ ശത്രുക്കൾ വരുന്നോ എന്ന് നോക്കി കാണുവാൻ വേണ്ടി അവരെ അവിടെ ഇരുത്തി. തത്രൈവ വിധുന്തൻ അമൃതം നുകർന്നപ്പോൾ സദ്വേഷം കലർന്നവൻ തന്നെ കണ്ടരുൾ ചെയ്ത ഈ ദ്വിജനല്ല ദൈത്യനെന്നറിഞ്ഞാലും. അപ്പോൾ അവിടെ പറയുന്നു, സൂര്യചന്ദ്രന്മാർ പറയുന്നു, ഇവൻ ദ്വിജനല്ല, അത് ബ്രാഹ്മണനല്ല, ഇവൻ ഇവൻ ദ്വിജനല്ല, ദൈത്യൻ എന്ന് വെച്ചാൽ അസുരൻ. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ദൈത്യൻ എന്ന് പറഞ്ഞാൽ അസുരൻ. ഇവൻ ചന്ദ്രനും സൂര്യനോട് പറയുന്നു, ഇവൻ ബ്രാഹ്മണനല്ല, ഇവൻ ദൈത്യനാണ്, ഇവൻ അസുരനാണ് എന്ന് അറിഞ്ഞാലും കണ്ടാലും ദംഷ്ടകളും കണ്ട ഭാവവും എന്ന് കൊണ്ടനീർ വർണ്ണൻ കേട്ടു. ചക്രം കൊണ്ടന്നേരം കണ്ട ദേശത്തിങ്കലാമാർ എറിഞ്ഞത് ചെന്നു കൊണ്ടൻ മുറിഞ്ഞിരുകൂറായി വേറിട്ടഴാതെ വീണിരിഞ്ഞിന്ദ്രാദികൾ കാണവേ ഭുജംഗമം താനാമൃതത്തിൽ താഴായിക നിമിത്തമായി പ്രാണൻ എന്നേ കീഴേക്കൂർ അത് ഖേദത്തോടും വീണിതു പതിതനാകുന്നതങ്ങവനുള്ളിൽ. ക്രോധേന രവീന്ദുക്കൾ തമ്മിൽ നോക്കിയിടുന്നതിനാധി ചേർന്നിടും ഗ്രഹണങ്ങളായത് രണ്ടും. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഇത് എന്താ സംഭവം എന്ന് പറയാനുള്ള സമയമില്ല. അപ്പോൾ ഇവിടെ രാഹുവിനെ ദ്വിജനല്ല, അത് ബ്രാഹ്മണനല്ല, അവൻ ദൈത്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തൃച്ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തിലെറിഞ്ഞു. അതാണ്. അപ്പം ചത്തുപോയില്ല അവർ. അതാണ് ഇവിടെ സൂര്യഗ്രഹണങ്ങൾ വരുന്നത്, ചന്ദ്രനും സൂര്യനും ഗ്രഹണം വരുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖനോ ഭവതു. നന്നായി പഠിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. ഹരിനാമകീർത്തനം ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും അത് എന്നും നമ്മൾ നിത്യേന ചൊല്ലണം. ഞാൻ ചൊല്ലുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.